ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ആവർത്തന പുസ്തകം 13-ാം അധ്യായമാണ് നമ്മളിന്ന് വായിക്കുന്നത്. 13-ാം അധ്യായത്തിൽ അന്യദേവന്മാരെ ആരാധിക്കുന്നവരുടെ ആ വശീകരണത്തിൽ നിങ്ങൾ വീണു പോകരുത് എന്നുള്ള വലിയ മുന്നറിയിപ്പ് മോശ അവർക്ക് നൽകുകയാണ്. അവിടെ പറയുന്നു, അന്യദേവന്മാരെ ആരാധിക്കുന്നവരുടെ പ്രവാചകന്മാരോ അതിലെ പ്രവർത്തകരോ നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഏതെങ്കിലും അടയാളങ്ങളോ അത്ഭുതങ്ങളോ കാണിക്കുകയോ അവർ പറഞ്ഞതുപോലെ പ്രവചിച്ചതുപോലെ എന്തെങ്കിലും സംഭവിച്ചാലോ നിങ്ങൾ ഒരിക്കലും അവരെ വിശ്വസിക്കുകയോ അവരുടെ പിന്നാലെ പോവുകയോ ചെയ്യരുത്. കാരണം പൈശാചികമായ ശക്തികൾക്കും ചില വീര്യപ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കും. മോശ ഫറവോൻ്റെ സന്നിധിയിൽ ചെയ്ത പല വീര്യപ്രവൃത്തികളും ഫറവോൻ്റെ സന്നിധിയിലെ മന്ത്രവാദികളും ചെയ്തതായി ഇതിനു മുമ്പ് നമ്മൾ വായിച്ചതാണ്. 10 ബാധയിൽ പലതും അവർക്കും ചെയ്യാൻ സാധിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ സാധിക്കുന്നത് എന്നതിന് മോശ കൊടുക്കുന്ന ഉത്തരം നമുക്കിവിടെ കാണാം. നിന്റെ ദൈവമായ കർത്താവിനെ നീ സ്നേഹിക്കുമോ ഇല്ലയോ എന്ന് ദൈവം പരീക്ഷിക്കുകയാണ്. ദൈവമായ കർത്താവിനെ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണശക്തിയോടും നീ സ്നേഹിക്കുന്നുവെങ്കിൽ ആ ദൈവത്തെ വിട്ട് മറ്റേത് വീര്യപ്രവൃത്തികൾ ആരെവിടെ ചെയ്താലും അതിൻ്റെ പിന്നാലെ ഒരിക്കലും നിനക്ക് പോകാൻ സാധിക്കുകയില്ല. നീ യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുമോ ഇല്ലയോ എന്നറിയുവാൻ ദൈവം നൽകുന്ന ഒരു പരീക്ഷണമായി നിങ്ങളതിനെ കാണണം. അതുകൊണ്ട് അന്യദേവന്മാരുടെ വിശ്വാസപരമായ കാര്യങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും നിങ്ങൾ തയ്യാറാവരുത് എന്നുള്ള വലിയ മുന്നറിയിപ്പ് മോശ ഇവിടെ നൽകുകയാണ്. പുതിയ നിയമത്തിൽ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 38 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് ധാരാളം വീര്യപ്രവർത്തികളെ ചെയ്യുന്നത് കണ്ടപ്പോൾ ശാസ്ത്രി പരീശന്മാർ വന്ന് യേശുവിനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ വിശ്വസിക്കേണ്ട നിനക്കൊരു അടയാളം ചെയ്ത് കാണിക്കാമോ? ശാസ്ത്രിമാരും പരീശന്മാരും യഹൂദന്മാരാണല്ലോ. ജാതികളുടെ ഇടയിൽ കർത്താവ് അനേക വീര്യപ്രവർത്തികളെ ചെയ്തു. അതുകൊണ്ടാണ് അവർ ചോദിച്ചത്, ഞങ്ങൾക്ക് വിശ്വസിക്കാൻ അടയാളം കാണിച്ചു തരാമോ? കർത്താവ് അവരോട് പറയുന്ന മറുപടി, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം അഥവാ അത്ഭുതം അന്വേഷിക്കുന്നു. യോനാ പ്രവാചകൻ്റെ അടയാളമല്ലാതെ മറ്റൊരു അടയാളം നിങ്ങൾക്ക് ലഭിക്കുകയില്ല. യോനാ 3 രാവും 3 പകലും കടലാനയുടെ വയറ്റിലായിരുന്നത് പോലെ നിങ്ങൾ 3 ദിവസം, മനുഷ്യപുത്രൻ 3 ദിവസം ഭൂമിക്കുള്ളിലിരിക്കും. യോനാ എങ്ങനെ അത്ഭുതകരമായി പുറത്തു വന്നുവോ ആയതുപോലെ മനുഷ്യപുത്രൻ്റെ പുനരുദ്ധാനം സംഭവിക്കും എന്ന് പറഞ്ഞാൽ, ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും യഹൂദ സമൂഹത്തിന് യേശുവിൽ വിശ്വസിക്കാൻ വേണ്ടി പഴയ നിയമത്തിൽ യഹോവയായ ദൈവം കൊടുത്ത ഒരേ ഒരു അടയാളം യോനയുടെ സംഭവമാണ്. അത് കർത്താവിൻ്റെ പീഡാനുഭവം, കുരിശുമരണം, പുനരുദ്ധാനം എന്നിവയുടെ നിഴലായി സംഭവിച്ചതാണ്. അപ്പോൾ പുതിയ നിയമത്തിൽ നമുക്ക് യേശുവിൽ വിശ്വസിക്കുവാനുള്ള ഏക അടയാളം, വിശ്വാസികൾക്ക് ഏക അടയാളം കർത്താവിൻ്റെ ക്രൂശാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ സഭ പാടുന്നത്, ശുഭചിഹ്നം തൻ ശ്രീവ, വിജയ കൊടിതൻ ശ്രീവ, നമ്മെ രക്ഷിച്ചിടും ശ്രീവായിൽ നമ്മൾ പോഴുന്നു, അത് അഭിമാനം നമ്മൾ കൊള്ളുന്നു. അതിനപ്പുറം ഒരു അടയാളമോ അത്ഭുതമോ നമ്മൾ അന്വേഷിച്ചാൽ ദോഷവും വ്യഭിചാരവുമുള്ള തലമുറയാണെന്ന് കർത്താവ് പറയുന്നു. കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തത് ജാതികൾ കണ്ട് വിശ്വസിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ജാതികൾക്ക് സൂപ്പർ നാച്ചുറലായിട്ട് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ മാത്രമേ അവരങ്ങോട്ട് ആകൃഷ്ടരാകത്തുള്ളൂ, വിശ്വസിക്കത്തുള്ളൂ. ഞാനും നിങ്ങളും ദൈവത്തിൽ വിശ്വസിക്കുന്നത് ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാലാണ്. അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനെ മാമോദീസായിലൂടെ സ്ഥാനത്തിലൂടെ നമ്മൾ ലഭിച്ചവരാണ്. നമ്മളൊരു അത്ഭുതമോ അടയാളമോ കണ്ടിട്ടല്ല ദൈവത്തിൽ വിശ്വസിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ മോശ ഇസ്രായേൽ ജനത്തോടും പറയുന്നത് അതുതന്നെയാണ്. അത്ഭുതങ്ങളോ അടയാളങ്ങളോ അന്യദേവന്മാരുടെ നാമത്തിൽ സംഭവിച്ചാൽ നിങ്ങളതിനെ പിൻചെല്ലുവാൻ പാടില്ല എന്നുള്ളതാണ്. അതെന്ന് പറഞ്ഞാൽ വിശ്വാസപരമായ കാര്യങ്ങളിൽ കോംപ്രമൈസും ഇത് പാടില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ പിന്നെ അതിൻ്റെ 6 മുതലുള്ള വാക്യം നമ്മൾ വായിക്കുന്നു. നിൻ്റെ മകനോ മകളോ ഭാര്യയോ ഭർത്താവോ പിതാവോ മാതാവോ ആരുമായിക്കൊള്ളട്ടെ, ഏറ്റവും അടുത്ത ബന്ധുജനങ്ങൾ
നിന്നെ ഈ വിശ്വാസം അത് ത്യജിക്കുവാൻ നിന്നെ ഉപദേശിച്ചാൽ നീ ഒരിക്കലും അവരുടെ പിന്നാലെ പോകരുത് എന്ന് പറഞ്ഞാൽ വിശ്വാസപരമായ കാര്യങ്ങളിൽ ഒരു കോംപ്രമൈസും പാടില്ല എന്നർത്ഥം. നമുക്കറിയാം പല കുടുംബങ്ങളും സത്യവിശ്വാസം ത്യജിച്ചു പോകുന്നത് കൂടെ വസിക്കുന്നവരുടെ പ്രേരണയാലാണെന്ന് നമുക്കറിയാം. ഇവിടെ യഹോവയായ ദൈവം മോശെ മുഖാന്തരം പറഞ്ഞു ഒരു കാരണവശാലും ചെയ്യാം, അങ്ങനെയുള്ളവരെ ഇവിടെ പറയുന്നത് കൊന്നുകളയുക എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ അവരുമായിട്ടുള്ള സഹവാസം വേണ്ടെന്ന് വയ്ക്കുക, അവരെ ഒഴിവാക്കുക എന്നാണ് അർത്ഥം. ഇല്ലെങ്കിൽ നിന്നെ അവരിങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ആ ദുരുപദേശത്തിൽ നീ വീണ് പോകരുത്. വിശ്വാസപരമായ കാര്യങ്ങളിൽ ഒരു കോംപ്രമൈസിന് നമ്മുടെ കർത്താവ് തയ്യാറായിട്ടില്ല. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 60 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കണം. കർത്താവ് പറഞ്ഞു, എൻ്റെ ശരീരം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാണ്. ഞാൻ സ്വർഗ്ഗത്തിൽ നിറങ്ങുന്ന ജീവൻ്റെ അപ്പമാണ്. അപ്പോൾ എൻ്റെ ശരീരം സാക്ഷാൽ ഇത് ഭക്ഷിക്കാതെയും കുടിക്കാതെയും നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവുകയില്ല. അപ്പോൾ അതുവരെ കർത്താവിനെ അനുഗമിച്ച യഹൂദന്മാരിൽ പലരും കർത്താവിനോട് നീരസപ്പെടുന്നുണ്ട്. അവർ ചോദിക്കും, നമ്മളാരും നരഭോജികളല്ല, പിന്നെ എങ്ങനെയാണ് വീണ്ടും മാംസവും രക്തവും നമുക്ക് ഭക്ഷിക്കാൻ പറ്റുക? അപ്പം അത് കേട്ടപ്പോൾ നമ്മൾ വായിക്കുന്നു, അന്ന് വരെ കർത്താവിനെ അനുഗമിച്ച പലരും കർത്താവിനെ വിട്ടുപോയത് കണ്ടപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ? പോകണമെങ്കിൽ